ഇന്നത്തെ ദീപിക പത്രത്തിൽ നടുക്കത്തെ പേജിൽ ഒടുക്കത്തെ വഖഫ് എന്ന് പറഞ്ഞ് കുറച്ചുപേര് മുന്നമ്പത്തിരുന്ന വിതുമ്പെന്ന കഥയുണ്ട്. വഖഫ് 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 വഖഫ്. ഇപ്പോൾ ഫുൾ നിറഞ്ഞു നിൽക്കുന്നത് വഖഫ് വാർത്തയും വഖഫ് ഭേദഗതിയും വഖഫിന്റെ കളികളും ഒക്കെയല്ലേ. എന്താണ് ഈ വഖഫ്? വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആചാരപ്രകാരം ദൈവത്തിന് കൊടുക്കുന്ന സ്വത്തിന്റെ ഓഹരിയാണ്. അത് ആർക്ക് വേണമെങ്കിലും സംഭാവന ചെയ്യാം. നമ്മുടെ ബ്രിട്ടീഷുകാർ അണ്ണന്മാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവന്മാരാണ് 1923 വഖഫ് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടായിരിക്കാം അവന്മാർ ഇത് കൊണ്ടുവന്നതെന്ന് ഊഹിക്കാമല്ലോ. നമ്മളെ തമ്മിൽ അടുപ്പിക്കാനും അങ്ങനെ പല ഉദ്ദേശങ്ങളും അവർക്കുണ്ട്. എന്തായാലും ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്തായിരുന്നോ, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണോ അവന്മാർ ഇതൊക്കെ ചെയ്തത്, അത് അവന്മാർ ആ കാര്യം അവന്മാർ പൊടിയും തട്ടി പോയി കഴിഞ്ഞിട്ടും നല്ല വെട്ടിപ്പായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ തുടർന്നു പോകുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വഖഫ്. ഇങ്ങനെ വഖഫ് ചെയ്ത് കിട്ടുന്ന സമ്പത്തൊക്കെ വന്നു ചേരുന്നത് വഖഫ് ബോർഡിന്റെ കീഴിലാണ്. ഓരോ സംസ്ഥാനത്തും ഓരോ വഖഫ് ബോർഡും ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്വത്ത് വഖഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ സ്വത്തിന് അനന്തരാവകാശം ഉണ്ടേലും ഇല്ലേലും ഒന്നും പേടിക്കാനില്ല, പോയത് പോയി. ഇതുമൂലം നമുക്ക് എന്ത് ബുദ്ധിമുട്ട്, എന്ത് പരാതി എന്ന് സാധാരണക്കാരൻ നീ ചിന്തിച്ച് മുഴുവിപ്പിക്കാൻ വരട്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വഖഫ് മൂലം ഇടങ്ങേറിലായവരിൽ പാവം മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, അതിൽ നമ്മൾ മാത്രമല്ല നിങ്ങളും ഉണ്ടെന്ന്, നിങ്ങളും പെടുമെന്ന്. ഞെട്ടാൻ വരട്ടെ. ഞെട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ പിറകെ പറഞ്ഞുതരാം. അപ്പം 1923 ഈ നിയമം വന്നപ്പോൾ അന്നത്തെ നിലവിലുണ്ടായിരുന്ന മുസ്ലിം നിയമപ്രകാരമായിരുന്നു ഇത് കൊണ്ടുവന്നിരുന്നത്. അതിൽ കാര്യമായ പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിച്ച് തീർന്നപ്പോഴേക്കും 1995 ഭേദഗതി കയ്യിൽ കിട്ടി. അതിൽ വരുത്തിയ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിൽ സെക്ഷൻ 40 പ്രകാരം പരമാധികാരം മുഴുവൻ വരുന്നത് വഖഫിന്റെ കീഴിലാണ്. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. അത് കേട്ടിട്ട് പരമാധികാരം ഈ വഖഫിനെ സംബന്ധിച്ചുള്ളതല്ലേ, അത് വഖഫിന്റെ കീഴിലായിക്കോട്ടെ. അടുത്ത കേട്ടോളൂ. എന്തെങ്കിലും ഒരു സ്വത്ത് വഖഫിൻ്റെതാണെന്ന് വഖഫിന് തോന്നിയാൽ അത് ഏറ്റെടുക്കാനുള്ള അവകാശവും വഖഫിനുണ്ട്. എന്താ പറഞ്ഞതെന്ന് ഇന്നസെന്റ് സ്റ്റൈൽ ചോദിക്കാൻ വരട്ടെ, ഒന്നുകൂടെ പറഞ്ഞെന്ന് ചോദിക്കാൻ വരട്ടെ. ഉള്ളതാന്നേ. ഇങ്ങനെ വഖഫിന് തോന്നുക അതാണ്ട് ആ കിടക്കുന്ന ഏരിയ വഖഫിൻ്റെതാണ് എന്നാൽ പിന്നെ നമുക്ക് തോന്നിയില്ലേ അതിപ്പോൾ ഇങ്ങനെ എടുത്തേക്കാന്ന് പറഞ്ഞ് വഖഫ് എടുത്തോണ്ട് പോയാലും അല്ലെങ്കിൽ ഏറ്റെടുത്താലും നിലവിലെ നിയമം അത് അനുവദിക്കുന്നുവെന്ന്. പിന്നെ ഇതിൻ്റെ പേരിൽ കേസ് വല്ലതും ഉണ്ടെങ്കിൽ വഖഫിന് പോകാനൊക്കത്തൊന്നുമില്ല. സ്ഥലം നിൻ്റേതാണെന്നുണ്ടെങ്കിൽ നീ തന്നെ കേസിന് പോയി തെളിയിച്ചോണം. പിന്നെ പോകാമെന്നതൊക്കെ കൊള്ളാം ഇതിൻ്റെ, പക്ഷേ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് വഖഫ് ബോർഡായിരിക്കും. ഈ വഖഫ് ബോർഡിൽ ആരാ ഉള്ളതെന്ന് നമുക്കറിയാലോ. പണ്ട് 6-ാം തമ്പുരാൻ സിനിമയിൽ ആ ഡയലോഗ് പറയുന്ന കണക്ക് ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങൾ സുഭദ്രയും. അത് തന്നെ അവസ്ഥ. ഇവിടെ ചെന്നിട്ട് പാവം മുസ്ലിങ്ങൾ വരെ വെള്ളം കുടിക്കുക. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. എന്നാൽ പിന്നെ എല്ലാവരുടെയും സ്വത്ത് കണ്ടെടുക്കുന്നതല്ലേ, അല്ല വഖഫ് ചെയ്യുന്നതല്ലേ. അപ്പം നീതിപൂർവമായിട്ടുള്ള ആ ഒരു തീരുമാനം എടുക്കാൻ വഖഫ് ബോർഡിൽ എല്ലാ വിഭാഗക്കാരും വേണ്ടേ? അയ്യോ, അത് പറ്റത്തില്ല. ദേവസ്വം ബോർഡിൽ അങ്ങനൊന്നും ഇല്ലല്ലോ. അതിന് ദേവസ്വം ബോർഡ് എപ്പോഴേ പുറത്തു നിന്ന് എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയത്? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അതൊന്നും നടപ്പിലാകത്തില്ല. ഇത് മുതലെടുത്ത് കൂടെ നിൽക്കാൻ കുറെ രാഷ്ട്രീയക്കാരും സെറ്റല്ലേ. ഇതിലിപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുമായിരിക്കും ഇവിടെ താടിക്കാരൻ ചേർക്കുക, അതിനിപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ നോക്കിയാൽ പോരെയെന്ന്. മതിയെണ്ണ. പക്ഷെ ഇതോടെ കേട്ടോ, ഇനി ഞാൻ പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിൽ ഒരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അവൻ പറയും, പറയടി. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ അകലെ ഗോവിന്ദപൂർ അല്ലെങ്കിൽ ഗോവിന്ദപുരം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ഏതാണ്ട് 5000-ഓളം ആളുകൾ തിങ്ങിപ്പാർക്കുന്നു. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സുന്നി വഖഫ് ബോർഡ് ആ പ്രദേശം വഖഫിൻ്റെതാണ് എന്ന് അവകാശപ്പെട്ട് ഒരു നോട്ടീസ് കൊടുത്തു. 30 ദിവസത്തിനകം അവർ ഒഴിഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞു. തൊട്ടു പിന്നാലെ അവിടെ ഒരു ബോർഡും സ്ഥാപിച്ചു, ഇത് വഖഫിൻ്റെതാണ് എന്ന തരത്തിൽ. ഇടച്ചക്ക അത് നമ്മുടെ നാട്ടിലല്ലല്ലോടി, വേറെ നാടല്ലേ സെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെട്ട ബീഹാർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്ന് പറയേണ്ടി വരും. ഇനി നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ വേണമെന്ന് വെച്ചാൽ ഇടച്ചക്ക എന്താ മിഴിച്ചിരിക്കുന്നത്, ബാക്കിയോടെ പറഞ്ഞു കൊടുക്കുകയും. ഇതിന് സമാനമായ ഒരു സംഭവം 2019 നമ്മുടെ കേരളത്തിലും നടന്നു. എറണാകുളം ജില്ലയിൽ വൈപ്പിൻ, ചെറായി, മുനമ്പത്ത് വേളാങ്കണ്ണി മാതാവിന്റെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഇരിക്കുന്ന ഇടം, അതിന് തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളും കേരളത്തിലെ വഖഫ് ബോർഡ് ഇത്തരത്തിലൊരു നോട്ടീസ് കൊടുത്ത് തങ്ങളുടേതാണ് എന്ന് വാദിച്ചിട്ടുണ്ട്. ഒഴിഞ്ഞു കൊടുക്കേണ്ടുന്ന നടപടികളിലേക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി അതുടനെ ഉണ്ടായിക്കൂടാ എന്നതിന് യാതൊരു ഉറപ്പുമില്ല. എങ്ങനെ ഇരിക്കണ് ചെറുക്കൻ പറയുന്നത് കേട്ടോ. ഇത് ഏത് ആണ്ടിൽ നടന്നാ നീ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞേ. 2019 നമ്മുടെ കേരളത്തിൽ 2019 അല്ല. ചിലരെങ്കിലും ചോദിക്കും, അണ്ണാ ഇത് 95 കൊണ്ടുവന്ന ഭേദഗതിയല്ലേ, ഇപ്പൊ എന്തൊരു പ്രശ്നമെന്ന്. അറിയാഞ്ഞിട്ടാണ് കേട്ടാ. അതൊന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്താ. ബോർഡ് വെച്ചല്ലേ ഉള്ളൂ, വേറൊന്നും ഉണ്ടായില്ലല്ലോ. ഒന്നുമില്ലടേ, ഭൂമി ഒന്നും അവിടെ വിൽക്കാൻ പറ്റത്തില്ല, പിന്നെ ലോണിന്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കാര്യമായിട്ട് മിണ്ടിയിട്ടില്ല കേട്ടോ, മിണ്ടി കേട്ടിട്ടുമില്ല, മിണ്ടുമായിരിക്കും. ഇന്നത്തെ ദീപിക പത്രത്തിൽ നടുക്കത്തെ പേജിൽ ഒടുക്കത്തെ വഖഫ് എന്ന് പറഞ്ഞ് കുറച്ചുപേര് മുന്നമ്പത്തിരുന്ന വിതുമ്പെന്ന കഥയുണ്ട്, കിട്ടിയാ വായിക്കും. ഇനി ഇതൊക്കെ കേട്ടിട്ടും ഈ നിയമങ്ങളൊന്നും കുഴപ്പമില്ലെന്നാണേൽ ഞാൻ എന്നാ പറയാനാ. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനും ചെക്കനും കൂടെ അങ്ങ് പോയേക്കോ. എന്തായാലും എൻ്റെ സ്വത്തുക്കളൊന്നും വഖഫ് ചെയ്തു പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനത്തെ ജീവകാരുണ്യ പ്രവൃത്തിയൊന്നും
ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഇതെല്ലാം വഖഫ് ജീവകാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വേറെന്തെങ്കിലും വഴി ജീവകാരുണ്യത്തിൽ ആ ജീവകാരുണ്യ പ്രവൃത്തി ചെയ്തോളാം. എന്നാൽ ഈ നിയമം നിലനിൽക്കുമ്പോൾ എന്തൊരു ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞ ക്ഷീണത്തിൽ ഞാനും നമ്മുടെ പയ്യനും കൂടെ ഓരോ ഉപ്പുസോടയും മറ്റും കുടിച്ചിട്ട് ആലോചിക്കട്ടെ. അപ്പോൾ ശരി, എന്നാൽ പോയേക്കാം, വടേക്കാം, നമുക്ക് പോയേക്കാം.